ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിലേക്കാണ്. അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതോടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദുരൂഹതയേറുകയാണ്. കൊണ്ടുപോയ സ്വർണ്ണപ്പാളിയല്ല തിരികെ എത്തിച്ചത് എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. തിരിച്ചെത്തിക്കാൻ 40 ദിവസം എടുത്തത് എന്തിന് എന്ന ചോദ്യവും ബാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വ്യവസായികളായ രണ്ടുപേരെയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇത് ആരൊക്കെ അറിഞ്ഞുള്ള കള്ളക്കളി എന്നാണ് ഇനി അറിയേണ്ടത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. 98-99 കാലത്ത് ദ്വാരപാലക ശില്പങ്ങളിൽ ഉൾപ്പെടെ സ്വർണം സ്ഥാപിച്ചെന്ന് പറയുമ്പോഴും 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്ക് നൽകിയെന്നതാണ്. ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ എങ്ങനെ ബംഗളൂരുവിലെത്തി? ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആരുടെ സഹായം ലഭിച്ചു? ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ്. 2019 അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ചെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ സ്വർണ്ണപ്പാളി പ്രദർശിപ്പിക്കുകയും ഭക്തരെ കൂട്ടി പൂജകളും നടത്തി. ഇതിലൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും വിജിലൻസ് സംശയിക്കുന്നുണ്ട്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി 40 ദിവസത്തിനു ശേഷമാണ് തിരികെ സ്ഥാപിച്ചത്. ശബരിമലയിൽ എത്തിച്ചത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയെന്ന കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളായ 2 വ്യവസായികളെയും കേന്ദ്രീകരിച്ചാണ് നിലവിലെ അന്വേഷണം. 2 ദിവസത്തിനുള്ളിൽ ദേവസ്വം വിജിലൻസ് ബംഗളൂരുവിലേക്ക് പോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യും. ഇതിനിടെ ദ്വാരപാലക ശില്പത്തിലെ ആവരണത്തിന്റെ അറ്റകുറ്റപ്പണിക്കുള്ള 2019 ദേവസ്വം ബോർഡ് ഉത്തരവ് 24 ലഭിച്ചു. ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശാനാണ് ഉത്തരവ്. 1999 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയിരുന്നു. ആഗോള അയ്യപ്പ സംഗമ സമയത്തുണ്ടായ വിവാദം പരിപാടിയുടെ ശോഭ കെടുത്താൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്ന സംശയമാണ് സർക്കാരിന്. ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും സ്പോൺസറെ കുറിച്ച് അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. സ്വർണ്ണപ്പാളിയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിലവിലെ ദേവസ്വം ബോർഡിനോ മുൻകാല ഭരണസമിതിക്കോ ഇപ്പോഴും വ്യക്തതയില്ല. വിശദമായ അന്വേഷണത്തിനായി ബംഗളൂരുവിലേക്ക് പോകാനാണ് ദേവസ്വം വിജിലൻസിന്റെ തീരുമാനം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.